അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. നഹ്മദുഹു വനസ്തഈനുഹു വനസ്തഗ്ഫിറുഹു വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വമിൻ സയ്യിആതി അഅമാലിനാ. മൻ യഹ്ദിഹില്ലാഹു ഫലാ മുളില്ല ലഹു വമൻ യുദ്ലിൽ ഫലാ ഹാദിയ ലഹു. വഅശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു വഅശ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു സ്വല്ലല്ലാഹു വസല്ലമ വബാറക അലൈഹി വഅലാ ആലിഹി വസഹ്ബിഹി വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ. അമ്മാ ബഅദ്. ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, സഹോദരിമാരെ, ഈ കാലഘട്ടത്തിൽ വളരെയേറെ സമൂഹത്തിനിടയിൽ തെറ്റിദ്ധരിപ്പിക്കപ്പെടുന്ന, സമൂഹത്തിനിടയിൽ ധാരാളമായി ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന വിഷയമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുമായി ബന്ധപ്പെട്ടുകൊണ്ടിട്ടുള്ള കാര്യം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾ പരിശുദ്ധ ഖുർആൻ ഉള്ളപ്പോൾ എന്തിനാണത്? ഖുർആൻ തന്നെ എല്ലാ വിഷയങ്ങളും വിശദീകരിച്ച് നമ്മുടെ മുന്നിൽ തന്നിട്ടുണ്ടല്ലോ. പിന്നെ എന്തിന് ഹദീസുകൾ സ്വീകരിക്കണം? ഹദീസുകളിൽ ധാരാളം അബദ്ധങ്ങൾ ഉണ്ടല്ലോ എന്ന് തുടങ്ങുന്ന ധാരാളം ആരോപണങ്ങളും അതോടൊപ്പം തന്നെ പ്രവാചകന്റെ സ്വഹാബി വര്യന്മാരിൽ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനെ പോലെ, മുആവിയത്ത് ഇബ്നു അബീ സുഫിയാൻ റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ള സ്വഹാബികളെയും ആക്ഷേപിച്ചുകൊണ്ട് അവരൊക്കെ പറയുന്ന വാക്കുകൾ സ്വീകരിക്കുക സാധ്യമല്ല, അവരൊക്കെ ഇസ്ലാമിലേക്ക് ഇസ്രായേലീസും കടത്തിക്കൂട്ടിയ ആളുകളാണ് എന്നൊക്കെയുള്ള പ്രചണ്ഡമായ പ്രചാരണങ്ങൾ നമ്മുടെ മുന്നിൽ നിലനിൽക്കുന്നുണ്ട്. സോഷ്യൽ മീഡിയയിൽ നമ്മൾ നോക്കിയാൽ കാണാം, മൗലവി എന്ന് പേര് വെച്ചുകൊണ്ട് തന്നെ ഒരാൾ, അയാളെ സംബന്ധിച്ചിടത്തോളം അയാളുടെ ജുമുഅ ഖുതുബകൾ എന്ന പേരിൽ തന്നെ പരിശുദ്ധ ഇസ്ലാമിൻ്റെ ആശയങ്ങൾക്ക് വിരുദ്ധമായ പ്രവാചക വചനങ്ങളെ കൊഞ്ഞനം കുത്തുകയും ആക്ഷേപിക്കുകയും മുആവിയ റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ള സ്വഹാബികളെ നിരന്തരം വേട്ടയാടുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന മുസ്തഫ മൗലവിയെ പോലെയുള്ള ആളുകൾ, ഖുർആൻ സുന്നത്ത് സൊസൈറ്റി എന്ന പേരിൽ പിൽക്കാലത്ത് വന്നിട്ടുള്ള ചേകനൂർ മൗലവിയുടെ ആശയം പേറുന്ന കുറെ ആളുകൾ, ഹദീസുകളെ സ്വീകരിക്കുന്നു എന്ന് പറയുമ്പോൾ പോലും തങ്ങളുടെ ബുദ്ധിക്ക് യോജിക്കുന്നില്ലെങ്കിൽ ആ ഹദീസ് തള്ളണം എന്ന് പറയുന്ന ആധുനിക മോഡേണിസ്റ്റുകൾ, ഇങ്ങനെ തുടങ്ങുന്ന ധാരാളം ആളുകൾക്കിടയിലാണ് നമ്മൾ ഈ വിഷയം ചർച്ച ചെയ്യണത്. വിശാലമായൊരു വിഷയമാണ്. ഞാനതിൻ്റെ ചില ഭാഗങ്ങൾ മാത്രം ശ്രദ്ധയിൽപ്പെടുത്താം. ഒന്നാമത്തത് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾ അഥവാ അവിടുത്തെ സുന്നത്ത് എന്ന് പറയുന്നത് അത് ഖുർആനിൽ നിന്ന് വേർതിരിച്ചു നിർത്തുന്ന മറ്റൊരു വസ്തുവല്ല, അത് ഖുർആനിനോട് ചേർന്ന് നിൽക്കുന്ന ഒരേ ഒരു വസ്തു തന്നെയാണ്. എനിക്ക് ഈ വിഷയം തന്നപ്പോൾ ഞാൻ സന്തോഷിച്ചൊരു കാര്യം, മഖാനത്തുസ്സുന്ന ഫിൽ ഇസ്ലാം എന്ന വിഷയം ജമിയത്തുൽ ഉലമയുടെ സെമിനാറിൽ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം അവതരിപ്പിച്ചിട്ടുണ്ട്. അതിനോട് ചേർന്നുകൊണ്ടാണ് ഹദീസ് നിഷേധത്തെക്കുറിച്ച് നമ്മൾ സംസാരിക്കുന്നത്. അപ്പോൾ ഒരു കാര്യം ഉറപ്പായി പറയാം, പരിശുദ്ധ ഖുർആൻ എന്താണോ പറഞ്ഞത് ആ ഖുർആനിന് വിരുദ്ധമല്ല പ്രവാചകന്റെ സുന്നത്തുകൾ. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ, പരിശുദ്ധ ഖുർആനിലെ ധാരാളം ആയത്തുകൾ കൊണ്ട് സ്ഥിരപ്പെടുത്തിയ വിഷയമാണ്
പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യ എന്നത് അത് ഖുർആന്റെ നിർദ്ദേശമാണ്. അത് സ്വീകരിക്കൽ നിർബന്ധമാണ്. അത് സ്വീകരിച്ചില്ലെങ്കിൽ കുഫ്റാണ്. പണ്ഡിത ലോകം അത് കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഒറ്റ ആയത്ത് മാത്രം സന്ദർഭത്തിൽ പറയാം. പരിശുദ്ധ ഖുർആനിൽ സൂറ അൽ ഹശ്റിന്റെ 7-ാമത്തെ വചനം, സൂറ അൽ ഹശ്റിന്റെ 7-ാമത്തെ വചനം. ഈ വചനത്തിനൊരു പ്രത്യേകതയുണ്ട്. ഈ വചനം ശരിക്കു പറഞ്ഞാൽ ഇസ്ലാമിൻ്റെ അടിത്തറ പഠിപ്പിക്കുന്ന വാചകമാണത്. ആ വാക്കിതാണ്, വമാ ആതാകുമുർ റസൂലു ഫഖുദൂഹു വമാ നഹാകും അൻഹു ഫന്തഹു. വമാ ആതാകുമുർ റസൂലു ഫഖുദൂഹു വമാ നഹാകും അൻഹു ഫന്തഹു. ആ വാചകങ്ങളുടെ ഒരു പ്രത്യേകതയുണ്ട്. വമാ ആതാകുമുർ റസൂൽ, റസൂല് നിങ്ങൾക്ക് എന്തൊന്ന് കൊണ്ടു തന്നുവോ ഫഖുദൂഹു, അത് നിങ്ങൾ സ്വീകരിക്കണം. അടുത്ത വാക്കെന്താ വേണ്ടത്? നിങ്ങൾക്ക് റസൂല് കൊണ്ടുവരാത്തത് നിങ്ങൾ വർജിക്കണമെന്നല്ലേ ശരിക്കതിൻ്റെ പ്രയോഗത്തിൽ നിന്ന് മനസ്സിലാകുക. പക്ഷെ അള്ള പറഞ്ഞെങ്ങനെയാ, വമാ നഹാകും അൻഹു ഫന്തഹു. അള്ളാന്റെ റസൂല് നിങ്ങളോട് ഏതൊന്ന് വിരോധിച്ചോ അത് നിങ്ങൾ വർജിക്കണം, ഒഴിവാക്കണം. ഇത് അസ്ലാണ്. എന്ന് പറഞ്ഞാൽ അള്ളാന്റെ റസൂല് കൊണ്ടുവന്നത് എന്താണോ അവിടുത്തെ വാക്കുകൾ, അവിടുത്തെ പ്രവർത്തികൾ, അവിടുത്തെ അംഗീകാരങ്ങളെല്ലാം അത് സ്വീകരിക്കൽ നിർബന്ധമാണ് എന്ന് ഖുർആൻ പഠിപ്പിക്കണം. ഇനി ഒരു സംശയം ഉണ്ട് ആളുകൾക്കൊക്കെ. ഈ ഹദീസ് നിഷേധത്തിലേക്ക് എത്തുന്നതിന് മുമ്പ് ആളുകൾ മുന്നോട്ട് വെക്കുന്ന ഒരു കാര്യമുണ്ട്. അതെന്താ? ഈ ഹദീസുകളൊക്കെ പിൽക്കാലത്തുണ്ടായതല്ലേ? ആരൊക്കെയോ കുത്തിയിരുന്ന് എഴുതി തയ്യാറാക്കി ഉണ്ടാക്കിയതാണ് ഹദീസ്. അതിന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ, ആ പ്രവാചകൻ അതിന് യാതൊരു നിർദ്ദേശവും കൊടുത്തിട്ടില്ലല്ലോ എന്നൊക്കെ പറയാറുണ്ട്. അത് നമുക്കൊന്ന് പരിശോധിക്കാം. ഹിഫ്ളുസ് സുന്ന വളബ്തുഹാ ഫി അസ്രി നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഅസ്രി സ്വഹാബ റളിയല്ലാഹു അൻഹും അജ്മഈൻ. സുന്നത്തിനെ അതിനെ കൃത്യമായി പാലിക്കുക, അതിനെ കൃത്യമായി ആളുകൾക്ക് ബോധ്യപ്പെടുന്ന രൂപത്തിലേക്ക് ലബ്ത് ചെയ്യുക, അത് അള്ളാന്റെ റസൂലിന്റെ കാലത്തുണ്ട്, സ്വഹാബികളുടെ കാലഘട്ടത്തിലുമുണ്ട്. അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹസൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല റിആയത്തി സുന്നത്തി നബവിയ്യ വഹിഫ്ളിഹാ വനഖ്ലിഹാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ സുന്നത്ത്, അവിടുത്തെ ചര്യ, ആ ചര്യയെ സൂക്ഷിക്കുവാനും ആ ചര്യയെ മനഃപ്പാഠമാക്കാനും സൂക്ഷിക്കാനും അത് ഉദ്ധരിക്കാനും ആളുകളിലേക്ക് എത്തിച്ചു കൊടുക്കാനും അള്ളാന്റെ റസൂൽ പ്രേരണ നൽകിയിരുന്നു അവിടുത്തെ ജീവിതകാലത്ത്. പരിശുദ്ധ ഖുർആൻ അല്ലാഹ് പറഞ്ഞു, ആ പറഞ്ഞ വാചകം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തിനോട് ആ വിഷയത്തെ വിശദീകരിച്ചു കൊടുക്കുന്നു. ഫഖാല ബല്ലിഗു അന്നി വലൗ ആയത്തൻ, ബല്ലിഗു അന്നി വലൗ ആയത്തൻ, ഒരായത്തെങ്കിലും എന്നിൽ നിങ്ങൾ എത്തിച്ചു കൊടുക്കണം. വേറൊരു വാചകം, ധാരാളം സന്ദർഭങ്ങളിൽ അള്ളാന്റെ റസൂൽ സ്വഹാബികളോട് പറഞ്ഞ വാക്കാണ്, അലാ ലിയുബല്ലിഗി ശാഹിദു മിൻകുമൽ ഗായിബ്. അറിയണം, നിങ്ങളിൽ നിന്ന് ഇവിടെ ഇല്ലാത്ത ആളുകൾക്ക് ഇവിടെ ഉള്ള ആളുകൾ എത്തിച്ചു കൊടുക്കണം. നഖൽ ചെയ്യാൻ അള്ളാന്റെ റസൂൽ കൽപ്പിക്കാൻ. എന്ത് നഖൽ ചെയ്യണം? അള്ളാന്റെ റസൂലിൽ നിന്ന് കേട്ട വിഷയങ്ങൾ. അതിനല്ലേ ഹദീസ് എന്ന് പറയാം, അതിനല്ലേ സുന്നത്ത് എന്ന് പറയാം. അത് നഖൽ ചെയ്യാൻ അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ. നിങ്ങൾ നോക്കൂ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അത് പറയുക മാത്രമല്ല, വകാന നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം ഹരീസൻ അശദ്ദൽ ഹിർസ് അലാ അൻ യൻഖുല കലാമഹു നഖ്ലൻ സ്വഹീഹൻ ദഖീഖൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ വാക്ക്, അവിടുന്ന് കിട്ടുന്ന പ്രവാചകന്റെ വചനാമൃതങ്ങൾ, പ്രവാചകന്റെ സുന്നത്തിനെ അത് വളരെ കൃത്യവും ശരിയുമായ രൂപത്തിൽ, ഏറ്റവും നന്നായ രൂപത്തിൽ എത്തിച്ചു കൊടുക്കണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങേയറ്റം ആഗ്രഹിച്ചിരുന്നു എന്നാണ്. അത് ശ്രദ്ധിച്ചിരുന്നു പ്രവാചകൻ. അതിൽ നമുക്ക് കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് തൻ്റെ വാക്കുകൾ എത്തിച്ചു കൊടുക്കുന്ന ആളുകൾക്ക് വേണ്ടി ദുആ ചെയ്യുകയാണ്. റഗ്ബത്തുഹു സല്ലല്ലാഹു അലൈഹി വസല്ലം ഫീ ഹിഫ്ളി സുന്നത്തി വനഖ്ലിഹാ. റഗിബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫീ ഹിഫ്ളി സുന്ന വദഅ ലിനഖലത്തിൽ ഹദീസ് ബിന്നളറത്തി വൽബഹാ. അള്ളാന്റെ റസൂലിന്റെ ഹദീസുകൾ, അവിടുത്തെ വർത്തമാനങ്ങളെ എത്തിച്ചു കൊടുക്കുന്ന ആളുകൾക്ക് വേണ്ടി അള്ളാന്റെ റസൂൽ അവർക്ക് വേണ്ടി പ്രത്യേക പ്രാർത്ഥന നടത്തുന്നു. മഹാനായ സയ്യിദ് ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു നിവേദനം ഹദീസിൽ കാണാം,
സമിഅ്തു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നദ്ദറല്ലാഹു ഇംറഅൻ സമിഅ മിന്നാ ഹദീസൻ ഫഹഫിളഹു ഹത്താ യുബല്ലിഗഹു ഫറുബ്ബ ഹാമിലി ഫിഖ്ഹിൻ ഇലാ മൻ ഹുവ അഫ്ഖഹു മിൻഹു വറുബ്ബ ഹാമിലി ഫിഖ്ഹിൻ ലൈസ ബിഫഖീഹ്. ഞാനതിൻ്റെ വാക്കിൻ്റെ ആദ്യത്തെ ഭാഗം മാത്രം പറയാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. അല്ലാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ നദ്ദറല്ലാഹു ഇംറഅൻ സമിഅ മിന്നാ ഹദീസൻ, നമ്മളിൽ നിന്നൊരു വാക്ക് കേട്ടൊരാൾ ഫഹഫിളഹു, അയാൾ അത് മനഃപ്പാടമാക്കി അത് ഉൾക്കൊണ്ടു വന്നിട്ട് അത് എത്തിച്ചു കൊടുത്താൽ അയാൾക്ക് അള്ളാഹു നദ്റ നൽകട്ടെ. നദ്റ എന്ന് പറഞ്ഞാൽ നമുക്കെല്ലാം അറിയാം, ഖുർആൻ പറഞ്ഞ വാക്ക് നദ്റത്തുൻ നഈം, സുഖാനുഗ്രഹത്തിൻ്റെ പ്രസന്നത. അള്ളാഹു അയാൾക്ക് നല്ല പ്രകാശം പ്രസന്നതയും നൽകട്ടെ എന്ന് അള്ളാന്റെ റസൂലിൻ്റെ പ്രാർത്ഥനയാണ്. ഇത് ഹദീസ് ഉദ്ധരിക്കുന്ന ആളുകൾക്ക് വേണ്ടിയാണ്, പ്രവാചകന്റെ വചനങ്ങൾ എത്തിച്ചു കൊടുക്കുന്നവർക്ക് വേണ്ടിയാണ്. മാത്രമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബികളോട്, പല ആളുകളോടും പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് കാണാം. നമുക്ക് കാണാം, ഇമാം ബുഖാരി കിതാബുൽ ഈമാൻ റിപ്പോർട്ട് ചെയ്ത ആ കിതാബുൽ ഈമാനിൽ കൊണ്ടുവന്നൊരു വിഷയമുണ്ട്. അഥവാ വഫ്ദ് അബ്ദുൽ ഖൈസിന്റെ നിവേദക സംഘം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് വന്നപ്പോൾ പ്രവാചകനോട് ചില കാര്യങ്ങളൊക്കെ ചോദിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചു. ഞാനത് വിശദീകരിക്കാനല്ല. അവസാനം റസൂൽ പറഞ്ഞൊരു വാക്കുണ്ട്, ഇഹ്ഫളൂഹുന്ന വഅബ്ലിഗൂഹുന്ന മൻ വറാഅക്കും. നിങ്ങളത് ശരിക്ക് പഠിക്കണം കേട്ടോ, നിങ്ങൾ ശരിക്കത് മനസ്സിൽ വെക്കണം. എന്നിട്ട് നിങ്ങളുടെ പിന്നിലുള്ള ആളുകൾക്ക് അത് എത്തിച്ചു കൊടുക്കണം. മനസ്സിലായോ? മുസ്തഫ മൗലവി അടക്കമുള്ള ആളുകളൊക്കെ കുതിര കയറുന്നുണ്ട്. ഖുർആനാണ് വിശദീകരിക്കേണ്ടത്, ഹദീസല്ല. ഈ ഹദീസ് പറയുന്ന പരിപാടി എപ്പോൾ കൊണ്ടുവന്നതാണ്? അത് മുആവിയ മതത്തിലാണ് എന്നാണ്. സുബ്ഹാന റബ്ബി, മുആവിയ റളിയല്ലാഹു അൻഹു ആരാണെന്ന് പോലും ആ മനുഷ്യർ തിരിച്ചറിഞ്ഞിട്ടില്ല എന്നാണ്. ശരിക്കും നമ്മൾ പഠിക്കേണ്ടത് ആരാണ് മുആവിയത്ത് ബിൻ അബി സുഫിയാൻ റളിയല്ലാഹു അൻഹു എന്ന് പ്രത്യേകം പഠിക്കേണ്ടതുണ്ട്. ഞാനതിലേക്ക് പോവല്ല. അപ്പൊ ഇത്തരം ആളുകളുടെ ജൽപ്പനം കേട്ടിട്ട് ചില ആളുകൾ വിചാരിക്കുക അതിലൊക്കെ എന്താ ഇല്ല എന്ന് തോന്നിപ്പോവാണ്. അതിൽ എന്തൊക്കെ ഇല്ലോന്ന് ഇല്ല, ഒന്നുമില്ല. ഇവിടെ അള്ളാന്റെ റസൂലിന്റെ പ്രയോഗമാണ് ഞാൻ പറയുന്നത്. വേറെ ഹദീസിൽ കാണാം, ഇഹ്ഫളൂഹുന്ന വഅഖ്ബിറൂ ബിഹിന്ന മൻ വറാഅക്കും. നിങ്ങളത് കൃത്യമായി സൂക്ഷിക്കണം, നിങ്ങളത് ഹിഫ്ള് ചെയ്യണം, എന്നിട്ട് നിങ്ങളുടെ പിന്നിലുള്ള ആളുകൾക്ക് അത് എത്തിച്ചു കൊടുക്കണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുക്കാൻ. ഈ നഖലല്ലേ ഹദീസ് റിപ്പോർട്ട് എന്ന് പറയുന്നത്? നബിതങ്ങളിൽ നിന്ന് കേട്ട വിവരം അവിടെ കേൾക്കാത്ത ആളുകളിലേക്ക് കൊണ്ടുപോയി കൃത്യമായി പറഞ്ഞു ബോധ്യപ്പെടുത്തി കൊടുക്കുക. അത് അല്ലാഹുവിന്റെ റസൂൽ പറയാ ചെയ്യാൻ. മുസ്തഫ മൗലവി പറയുന്നു, അതുപോലെയുള്ള കുറെ ആളുകൾ പറയുന്നേ ചെയ്യാൻ പാടില്ല. അത് അബൂ ഹുറൈറ എന്ന കള്ളന്റെ പരിപാടിയാണ്. നഊദു ബില്ലാഹി അൻ ദാലിക്. എന്താണ് നിങ്ങൾ നോക്കിയാൽ കാണാം, ചില സ്വഹാബികൾ അങ്ങോട്ട് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. അബൂ ഹുറൈറയുടെ പേര് കേൾക്കുമ്പോഴേക്ക് ബേജാറ് വരുന്ന കുറെ ആളുകളുണ്ട്. അതിന് കാരണം എന്താണെന്നൊക്കെ നമുക്ക് പിന്നാലെ പരിശോധിക്കേണ്ടതുണ്ട്. മുആവിയ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് കേൾക്കുമ്പോൾ ബേജാറാകുന്ന ആളുകളുണ്ട്. ഇങ്ങനെ കുറെ സ്വഹാബികളെ പ്രത്യേകമായി അവരുടെ പേര് കേൾക്കുമ്പോഴേക്ക് വിഷമുണ്ട്. കാരണം ലോകത്ത് അത് തുടങ്ങി വെച്ച കുറെ ആളുകളുണ്ട്. അപ്പൊ നമുക്ക് നോക്കാം. അടുത്ത വാചകം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ. ആരോടാ പറയാം? മാലിക് ബിനുൽ ഹുവൈരിസ് റളിയല്ലാഹു അൻഹു. ആരാണ് അദ്ദേഹം? ഈ ഉസ്മാൻ ബിനുൽ ഹുവൈരിസിനെ നിങ്ങൾ കേട്ട് പരിചയമുണ്ടാവും അല്ലേ? ഉസ്മാൻ ബിനുൽ ഹുവൈരിസ് മങ്കൂസ് മൗലിദിൽ കാണാം. ഖാല ഉസ്മാൻ ബിനുൽ ഹുവൈരിസ്. ഉസ്മാൻ ബിനുൽ ഹുവൈരിസ് പറഞ്ഞു അവിടെ, യാ സനമൽ ഈദിൽ ലദീ സഫ ഹൗലഹു സ്വനാദീദു മിൻ വഫദിൻ ബഈദിൻ വബിൻ ഖുർബി എന്ന വാചകം പാടിയ ആള് ആരാണ്? ഉസ്മാൻ ബിനുൽ ഹുവൈരിസ് ആണ്. അത് കേട്ടത് കൊണ്ട് ചിലപ്പോൾ ഇതും അതാണ് തോന്നണ്ട. അല്ല, ഇത് മഹാനായ മാലിക് ബിനുൽ ഹുവൈരിസ് ബിൻ ഹുശൈഷ് അബു സുലൈമാൻ അൽ-ലൈസി. അദ്ദേഹം ആരാണ്? അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ സ്വഹാബിയാണ്. പ്രവാചകൻ വിശ്വസിച്ചു മാത്രമല്ല, വഅഖാമ ഇൻദഹു ثم أذن له في الرجوع إلى أهله ونزل البصرة. അദ്ദേഹം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അടുത്തുനിന്ന് മുസ്ലിമായി പ്രവാചകനോടൊപ്പം താമസിച്ചു. എന്നിട്ട് പിന്നെ അവിടുന്ന് റസൂൽ അനുവാദം കൊടുത്തപ്പോഴാണ് ബസ്വറയിലേക്ക് അദ്ദേഹം തിരിച്ചുപോയത്. അദ്ദേഹം വന്ന് കാര്യങ്ങൾ ചോദിച്ചപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന് നിർദ്ദേശങ്ങൾ കൊടുത്തു. അവസാനം പറഞ്ഞു, ലൗ റജഅ്തും ഇലാ ബിലാദികും ഫഅല്ലിംതുമൂഹും മുറൂഹും ഫൽയുസല്ലു സ്വലാത കദാ ഫീ ഹീനി കദാ വസ്വലാത കദാ ഫീ ഹീനി കദാ വഇദാ ഹളറത്തി സ്വലാത്തു ഫൽയുഅദ്ദിൻ ലക്കും അഹദുക്കും വലിയഉമ്മക്കും അക്ബറുക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുക്കാൻ, നിങ്ങൾ നാട്ടിലേക്ക് തിരിച്ചു പോയാൽ
നിങ്ങൾ കേട്ടത് പറയാതിരിക്കല്ലേട്ടാ, ഇന്ന കാര്യങ്ങൾ കൃത്യമായി അവർക്ക് വിശദീകരിച്ചു കൊടുക്കണം. എവിടുന്ന്? മദീനയിൽ നിന്ന് ബസ്വറയിലേക്ക് പോകുന്ന ആൾക്ക് അള്ളാന്റെ റസൂൽ നിർദ്ദേശം കൊടുക്കാൻ, ഇത് നിങ്ങൾ പോയിട്ട് പറഞ്ഞു കൊടുക്കണം കേട്ടോ, ഇത് അള്ളാന്റെ റസൂൽ കൽപ്പിച്ച വിഷയമാണ്. ഇനി മാത്രമല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് ഹദീസുകൾ സഹാബികൾ കൃത്യമായി മനസ്സിലാക്കാൻ വേണ്ടി നിരന്തരമായി ഒന്നിലധികം പ്രാവശ്യം നബി തങ്ങൾ മടക്കി പറയും. തക്റാറുഹുൽ ഹദീസ് ഹത്താ യുഫ്ഹമ അൻഹു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആളുകൾക്ക് മനസ്സിലാകാൻ വേണ്ടി ഹദീസ് ഇങ്ങനെ ആ വാക്കിനെ ആവർത്തിക്കാറുണ്ട്. അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു പറയാണ്, ഇദാ തകല്ലമ ബി കലിമത്തിൻ ആദഹ സലാസൻ ഹത്താ തുഫ്ഹമ അൻഹു. മനസ്സിലാക്കാൻ വേണ്ടി നബി തങ്ങൾ 3 പ്രാവശ്യം മടക്കി പറയും. ഇത് ശ്രദ്ധിക്കേണ്ട, സ്വീകരിക്കേണ്ട, പറഞ്ഞു കൊടുക്കേണ്ട ഒരു കാര്യമാണെങ്കിൽ അങ്ങനെ 3 പ്രാവശ്യം മടക്കി പറഞ്ഞ ആളുകൾക്ക് ബോധ്യപ്പെടുത്തേണ്ടതുണ്ടോ? ഇനി മാത്രമല്ല, മുറാജഅതുഹു ലിമഹ്ഫൂളാത്ത് ബഅദ അസ്ഹാബിഹി. മനപ്പാഠമാക്കപ്പെട്ട കാര്യങ്ങൾ തന്നെ സ്വഹാബത്തിൽ ചില ആളുകളോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരിച്ചു ചോദിക്കും, അതൊന്ന് പറഞ്ഞാണ്. അങ്ങനെ ചോദിച്ചിട്ട് അത് ക്ലിയർ ആക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അതിൽ കാണാം, ബറാ ഇബ്നുൽ ആസിബ് റളിയല്ലാഹു അൻഹു പറയാൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കിടക്കാൻ നേരത്ത് പറയേണ്ട പ്രാർത്ഥന. ഞാനത് മൊത്തം വിശദീകരിക്കണില്ല. റസൂലുള്ളാഹി പറഞ്ഞു, അല്ലാഹുമ്മ അസ്ലംതു നഫ്സി ഇലൈക വവജ്ജഹ്തു വജ്ഹി ഇലൈക വഫവ്വൽതു അംരി ഇലൈക വഅൽജഅതു ളഹരി ഇലൈക റഗ്ബതൻ വറഹബതൻ ഇലൈക ലാ മൽജഅ വലാ മൻജാ മിൻക ഇല്ലാ ഇലൈക ആമന്തു ബികിതാബിക അല്ലദീ അൻസൽത വബിനബിയിക അല്ലദീ അർസൽത. ഈ പ്രാർത്ഥന പഠിപ്പിച്ചു കൊടുത്തു. അദ്ദേഹം പറയാണ്, ഞാനത് പഠിച്ചു. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അടുത്തേക്ക് ചെന്നു. ഖാല ഫറദത്തുഹ അലൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫലമ്മ ബലഗതു അല്ലാഹുമ്മ ആമന്തു ബികിതാബിക അല്ലദീ അൻസൽത ഖുൽതു, ഞാൻ പറഞ്ഞു വറസൂലിക. ഖാല റസൂൽ പറഞ്ഞു, ലാ വനബിയിക അല്ലദീ അർസൽത. അങ്ങനെ പറയും. ഹദീസിൽ വന്ന വാക്കിനെ തിരുത്തി കൊടുക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവാചകന്റെ വർത്തമാനത്തിൽ അവിടുന്ന് പഠിപ്പിച്ചു കൊടുത്ത വാചകത്തിൽ വാക്ക് തെറ്റിയിട്ട് പോലും നബിതങ്ങൾ എന്ത് ചെയ്തു? അത് തിരുത്തി പഠിപ്പിച്ചു കൊടുത്തു. എന്തിനങ്ങനെ പഠിപ്പിച്ചു കൊടുക്കണേ? ഇതൊരു ശൈഉം മദ്കൂർ അല്ലെങ്കിൽ, ഇതൊരു വിഷയം തന്നെ അല്ലെങ്കിൽ ഇങ്ങനെ അത് പഠിപ്പിക്കേണ്ടതുണ്ടോ? അപ്പൊ നിങ്ങൾ നോക്കിയാൽ കാണാം, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശ്രദ്ധയാണ് ഞാൻ പറഞ്ഞു വരുന്നത്. മാത്രമല്ല, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് സഹാബത്തിനോട് ശക്തമായ മുന്നറിയിപ്പ് കൊടുത്തിരുന്നു. തഹ്ദീറുഹു അശ്ശദീദ് മിനൽ കദ്ബി അലൈഹി. ഹദറ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തഹ്ദീറൻ ശദീദൻ മിനൽ കദ്ബി അലൈഹി. കളവ് പറയരുത്, എൻ്റെ പേരിൽ കളവ് പറയരുത് എന്ന് റസൂൽ കൃത്യമായിട്ട് പറഞ്ഞു. പ്രവാചകന്റെ പേരിൽ ഒന്നും ഉദ്ധരിക്കാൻ പറ്റൂല്ലെങ്കിൽ പിന്നെ കളവിന്റെ വർത്താനം വരുമോ? റസൂലുള്ളാഹിയിൽ നിന്ന് ഹദീസ് പറയാനേ പാടില്ല. ഹദീസ് ഉദ്ധരിക്കേണ്ട, ഖുർആൻ മതി. ഞാൻ അങ്ങോട്ട് വരുന്നുണ്ട് ഇൻഷാ അല്ലാഹ്. അങ്ങനെ വന്നാൽ ഇത് പറയേണ്ടതില്ലല്ലോ. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൃത്യമായി ഒരു വലിയ നിർദ്ദേശം കൊടുക്കുകയാണ്. പ്രവാചകൻ പറഞ്ഞു, മൻ കദബ അലയ്യ മുതഅമ്മിദൻ ഫൽയതബവ്വ മഖഅദഹു മിനൻ നാർ. ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ മജ്മൂഉൽ ഫതാവയിൽ പറഞ്ഞു, വഹാദ തഹ്ദീർ ഇന്നമാ ഹുവ ലിമൻ ജാഅ ബഅദ സ്വഹാബത്തി റളിയല്ലാഹു അൻഹും إذ أن الصحابة عدول بتعديل الله تعالى لهم فلا يعرف من الصحابة من تعمد الكذب على النبي صلى الله عليه وسلم. ഈ വാചകം മൻ കദബ അലയ്യ മുതഅമ്മിദൻ ഫൽയതബവ്വ മഖഅദഹു മിനൻ നാർ എന്നത് സ്വഹാബത്തിനെ കുറിച്ചല്ല. ആ വാചകം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് പറയാൻ ഒരു വിഷയമുണ്ട്. എന്താണെന്നറിയോ? ആധുനിക കാലഘട്ടത്തിൽ ഹദീസ് നിഷേധിച്ച് കടന്നു വന്ന ചില ആളുകളുണ്ട്. അബൂ റയ്യയെ പോലെ അങ്ങനത്തെ ചില ആളുകളുണ്ട്. അത്തരം ആളുകൾ അവരുടെ ഗ്രന്ഥങ്ങളിലൊക്കെ കൊണ്ടുവന്നൊരു സംഗതിയുണ്ട്. നബിതങ്ങളുടെ കാലത്ത് തന്നെ ഹദീസിൽ ഇല്ലാത്തത് കടത്തിക്കൂട്ടൽ കടന്നിരുന്നു. സ്വഹാബികൾ തന്നെ അത് ചെയ്തിട്ടുണ്ട്. അപ്പൊ സ്വഹാബികൾ അത് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് റസൂൽ എന്ത് പറഞ്ഞത്? മൻ കദബ അലയ്യ മുതഅമ്മിദൻ ഫൽയതബവ്വ മഖഅദഹു മിനൻ നാർ എന്ന് റസൂൽ പറയേണ്ടി വന്നു എന്ന് പറഞ്ഞുകൊണ്ടൊരു ആക്ഷേപം പിൽക്കാലത്ത് കടത്തിക്കൂട്ടിയിട്ടുണ്ട്. ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് ഇത്തരം ആശയഗതികളെ മുന്നിൽ വെച്ച ആളുകളോട് മറുപടി പറഞ്ഞതാണ്, വഹാദ തഹ്ദീർ ഇന്നമാ ഹുവ ലിമൻ ജാഅ ബഅദ സ്വഹാബ റളിയല്ലാഹു അൻഹും. എന്തുകൊണ്ടാണ് സ്വഹാബികൾക്ക് ശേഷമാണെന്ന് പറയാൻ കാരണം? അന്ന സ്വഹാബത ഉദൂലുൻ ബിതഅദീലില്ലാഹി സുബ്ഹാനഹു വ തആല ലഹും. സ്വഹാബികൾ കുല്ലുഹും ഉദൂൽ, സ്വഹാബികൾ നീതിമാന്മാരാണ്.
എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല സർട്ടിഫൈ ചെയ്തിട്ടുണ്ടവരെ. അതുകൊണ്ട് തന്നെ ഫലാ യുഅറഫു മിന സ്വഹാബ മൻ തഅമ്മദൽ കദിബ അലൻ നബി, റസൂലുള്ളാഹിന്റെ പേരിൽ മനഃപൂർവ്വം കളവ് പറഞ്ഞ ഒരൊറ്റ സ്വഹാബിയെയും അറിയപ്പെട്ടിട്ടില്ല എന്ന് ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് രേഖപ്പെടുത്തുകയാണ്. നിങ്ങൾ നോക്കൂ, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹദീസ് സഹാബികൾ ചില ആളുകളോട് എഴുതി വെക്കാൻ പറഞ്ഞു. എഴുതി വെക്കാൻ പറഞ്ഞു. ഇത് നമ്മൾ ഒരിക്കൽ ഇപ്പൊ ഈ ജനങ്ങൾക്കിടയിൽ ഇങ്ങനെ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഹദീസ് നിഷേധികളായ കുറെ ആളുകളുണ്ടല്ലോ, അവർ വലുതായിട്ട് എടുത്തു വെക്കുന്ന വാചകം എന്താ? ഒരു ഹദീസ് തന്നെയാണ്. ഹദീസ് നിഷേധിക്കാൻ ഉദ്ധരിക്കുന്ന തെളിവൻ തന്നെ ഹദീസ്. മനസ്സിലായില്ലേ? മുമ്പ് ഡൽഹിയിൽ BJP-ക്കാരൊരു ജാഥ നടത്തി. അത് എന്തിനാന്ന് വെച്ചാൽ ഉറുദു നിരോധിക്കാൻ വേണ്ടിയാണ്. അങ്ങനെ നിരോധിക്കാൻ വേണ്ടി യാത്ര നടത്തുമ്പോൾ അതിൽ മുദ്രാവാക്യം വിളിച്ചത് എങ്ങനെയായിരുന്നു? ഉറുദുവിലാണ് അല്ലേ? ഹിന്ദി സിന്ദാബാദ്, ഉറുദു മുർദാബാദ്. മുദ്രാവാക്യം ഉറുദുവിലാണ്. എന്താ നിരോധിക്കേണ്ടത്? ഉറുദു തന്നെ എന്ന് പറഞ്ഞ പോലെ ഹദീസ് നിഷേധികൾ ഹദീസ് നിഷേധിക്കാൻ എടുത്തു വെക്കുന്ന വാക്കെന്താ? ലാ തക്തുബു അന്നി ഗൈറൽ ഖുർആൻ. നബി പറഞ്ഞിട്ടില്ലേ, ലാ തക്തുബു അന്നി ഗൈറൽ ഖുർആൻ, ഖുർആൻ അല്ലാത്തതൊന്നും എന്നിൽ നിന്ന് എഴുതി വെക്കരുത് എന്ന് നബി തങ്ങൾ. അത് ഹദീസല്ലേ ചങ്ങായെ? അത് ഹദീസല്ലേ? ഹദീസ് നിഷേധിക്കുന്ന ഒരാളെങ്ങനെ ഇത് ഹദീസ് സ്വീകരിക്കാം? എന്നാൽ എന്തുണ്ടായത്? അതിന്റെ കാരണങ്ങളുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്തിനാണ് അങ്ങനെ പറഞ്ഞത് എന്നൊക്കെ ആ വിഷയം പഠിച്ചവർക്കറിയാം. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ എഴുതി വെക്കാൻ വേണ്ടി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അനുവാദം കൊടുത്തിട്ടുണ്ട്. ഇദ്നുഹു സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബ ബി കിതാബത്തിൽ ഹദീസ്. കാന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖദ് നഹാ സ്വഹാബഹു അൻ കിതാബത്തി സുന്ന ഖശ്യത അൻ തഖ്തലിഖ ബിൽ ഖുർആൻ ഔ അൻ യശ്തഗില الناس ബിഹാ ദൂന അൽ ഖുർആൻ ഫലമ്മ അമിന ദാലിക അദിന ലി അസ്ഹാബിഹി ബി കിതാബത്തി സുന്ന സിയാദതൻ ഫിൽ ളബ്തി വൽ ഇത്ഖാൻ. ആദ്യം അത് പറഞ്ഞു, ശരിയാണ്, അത് ഞങ്ങൾക്കൊക്കെ പറ്റിയതാണ്. കാരണം നമ്മൾ ഹദീസ് സ്വീകരിക്കുന്നവരായതുകൊണ്ട് നമുക്കതിൻ്റെ കല്ലും നെല്ലും എന്താന്ന് കൃത്യമായിട്ട് അറിയാം. അത് കണ്ടിട്ട് പുറത്തുക്കണോന്ന് എന്തിനാ അത് എടുക്കാൻ നിൽക്കണ്? അവിടെ എന്താ വിഷയം? അവിടെ വിഷയം അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അത് ചെയ്യാൻ കാരണമുണ്ട്. എന്നാൽ ആ കാരണം കഴിഞ്ഞപ്പോൾ ഇനി അത് കൃത്യമായിട്ട് ലബത്ത് ചെയ്യണം. റസൂലുള്ളാഹിന്റെ കാലത്ത് തന്നെ അത് നടന്നു. അവിടെ കാണാം, അബ്ദുല്ലാഹി ഇബ്നു അംർ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് കേൾക്കുന്നതെല്ലാം ഞാൻ എഴുതി വെക്കുമായിരുന്നു. ഞാനങ്ങനെ എഴുതി വെക്കും. അപ്പോ ഫനഹത്തിനി ഖുറൈശുൻ, ഖുറൈശികൾ എന്നെ വിലക്കി. അവർ പറഞ്ഞു, അത്തക്തുബു കുല്ല ശൈഇൻ തസ്മഉഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റസൂലിൽ നിന്ന് കേൾക്കുന്നതെല്ലാം എഴുതാണോ? ഇനിയത്തെ വാക്ക് ശ്രദ്ധിച്ചോണട്ടാ. ഇനിയത്തെ വാക്ക് ശരിക്കും ശ്രദ്ധിച്ചോണട്ടോ. എന്നാ പറയുന്നു, ഉണർത്തിയത് ഞാനാണ്. ഇനി പറയാൻ പോണ വാക്ക് ശരിക്കും ശ്രദ്ധിച്ചോണം. എന്താ? വറസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബശറുൻ യതകല്ലമു ഫിൽ ഗളബി വരിളാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു മനുഷ്യനാണ്. അപ്പൊ നബിതങ്ങൾ പറയുന്നു, ചിലപ്പോൾ ദേഷ്യത്തിൽ പറയും, ചിലപ്പോ അവിടുന്ന് കോപം ഉണ്ടാവും പറയും, ചിലപ്പോൾ തൃപ്തി ഉണ്ടാവും പറയും. അപ്പൊ അവിടുത്തെ വാചകങ്ങളിലൊക്കെ എന്ത് ചെയ്യും? ആ ഗളബിന്റെയും റിളയുടെയും ആ ടോൺ ഉണ്ടാകും. അപ്പൊ ഇത് എഴുതി വെച്ചാൽ അത് കിട്ടൂലല്ലോ. ക്ലിയർ മനസ്സിലായോ? അത് എഴുതി വെച്ചാൽ കിട്ടൂലല്ലോ. അപ്പൊ എഴുതി വെച്ചിട്ട് ഒരു ആഴ്ച അങ്ങനെ ശരിയാകാന്ന് വെച്ചു. അപ്പോ അനിൽ കിതാബ്. അപ്പൊ ഞാനും വിചാരിച്ചു, ശരിയാണല്ലോ, അത് നബി തങ്ങളുടെ ഇമോഷൻസ് പകർത്താൻ കഴിയില്ലല്ലോ എഴുത്തില്, അതുകൊണ്ട് ഞാൻ അവസാനിപ്പിച്ചു വെച്ചു. അങ്ങനെ ഈ വിഷയം ഞാൻ എന്ത് ചെയ്തു? ഫദക്കർതു ദാലിക റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാൻ റസൂലുള്ളാഹി നബിയെ ഞാനിങ്ങനെ എഴുതി ചെയ്തു. അപ്പോൾ ഇവരിങ്ങനെ പറഞ്ഞപ്പോൾ എനിക്കും തോന്നി അത് ശരിയല്ലേ എന്ന്. ഹലോ, തോന്നിയല്ലേ ശരിയല്ലേന്ന്? തോന്നിയോ? അതെ, ശരി, നമുക്കും തോന്നും. അല്ലെങ്കിൽ ശരിയാ, ഞാൻ സംസാരിക്കുമ്പോൾ എൻ്റെ ഇമോഷൻസ് എഴുത്തിൽ പകർത്താൻ പറ്റൂലല്ലോ. അപ്പൊ പിന്നെ ഈ എഴുത്ത് വരുന്ന പ്രശ്നമല്ലേ? അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫഅഉമഅ ബിഇസ്ബഇഹി ഇലാ ഫീഹി ഫഖാല ഉക്തുബ് ഫവല്ലദി നഫ്സി ബിയദിഹി മാ യഖ്റുജു മിൻഹു ഇല്ലാ ഹഖ്ഖുൻ. ധൈര്യമായിട്ട് എഴുതിക്കോളീ, ഈ വായിൽ നിന്ന് സത്യമല്ലാത്തതൊന്നും വരൂല. അത് ഫീ ഹാലത്തിൽ ഗളബ് ഔ ഫീ ഹാലത്തിൽ റിളാ, ഏത് ഘട്ടത്തിലാണെങ്കിലും ഇതിൽ നിന്ന് വരുന്നത് സത്യമായിരിക്കും,
അതുകൊണ്ട് ധൈര്യമായിട്ട് എഴുതിക്കോളീൻ. മനസ്സിലായോ? ഇത് നമ്മൾ പിന്നെ ആലുവയിൽ വെച്ച് നടക്കുന്ന സമയത്ത് ഇതിൻ്റെ ഒരു ഭാഗം നമ്മൾ ജനങ്ങളോട് പറഞ്ഞിരുന്നു. അന്ന് അയാൾ അവിടെ ഈ മുസാ മൗലവി എന്ന് പറയുന്ന ചങ്ങായി അവിടെ അയാളാണ് ഇപ്പോൾ ഇതിൻ്റെ ബ്രാൻഡ് അംബാസഡറായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ അയാളുണ്ട് ഇത് പറയുമ്പോൾ നമ്മൾ പറഞ്ഞു കൊടുത്തു, അല്ല, കിതാബത്തുൽ ഹദീസ് ഉണ്ട് റസൂലുള്ളാഹിന്റെ കാലത്ത്, പിൽക്കാലത്തല്ല, റസൂലുള്ളാഹിന്റെ കാലത്ത് പോരാ. മറ്റൊന്ന് കാണാം, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, അവിടെ ആ വിഷയം വിശദീകരിച്ച് വരുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആമുൽ ഫത്ഹിൻ്റെ കാലഘട്ടത്തിൽ അഥവാ മക്കം ജയിച്ചടക്കിയ ആ സന്ദർഭവുമായി ബന്ധപ്പെട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു പ്രസംഗം നടത്തി. ആ പ്രസംഗവുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചയാണ്. അവസാനം പ്രവാചകന്റെ അടുത്തേക്ക് ബലാൾ വന്ന് ചോദിക്കാണ്, നബിയെ എന്ത് ചെയ്യണം? ഉക്തുബുലി യാ റസൂലല്ലാഹ്. യമനിൽ നിന്ന് വന്ന ആൾ പറഞ്ഞു, നബിയെ അതൊന്ന് എഴുതി തരാവോ, നിങ്ങളിപ്പോൾ പറഞ്ഞ കാര്യം ഒന്ന് എഴുതി തരാവോ? അപ്പൊ റസൂൽ പറഞ്ഞു, ഉക്തുബൂലി അബി ഫിലാൻ, ഇന്നാൾക്കതൊന്ന് എഴുതി കൊടുക്കട്ടാന്ന് പറഞ്ഞു. അങ്ങനെ വീണ്ടും ചർച്ചയുണ്ട്. അതിനുശേഷം ചോദിച്ചു, ഈ കിതാബ് എഴുതാൻ പറഞ്ഞത് എന്തെഴുതി കൊടുക്കാനാ പറഞ്ഞത് എന്ന്. അപ്പോ അദ്ദേഹം പറഞ്ഞത് കതബ ലഹു ഹാദിഹിൽ ഖുത്ബ. നബി തങ്ങളുടെ സംസാരത്തിലെ ഏതെങ്കിലും ഒരു വാക്കല്ല, ആ ഖുത്ബ മുഴുവനായി എഴുതി കൊടുത്തു. ഇത് എഴുതാൻ കൽപ്പിച്ചാരാ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ ഖുത്ബ മുഴുവനും എഴുതി. അക്കാലഘട്ടത്തിൽ ഖുത്ബ മുഴുവനും എന്ന് പറഞ്ഞാൽ പ്രവാചകന്റെ അന്നത്തെ ആ സംസാരം മുഴുവനും എഴുതി വെച്ചു. അതിനാണ് ഈ ഹദീസ് എന്ന് വിളിക്കുക. ഖൗലുഹു ഔ ഫിഅലുഹു ഔ തഖ്രീറാത്തുഹു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങൾ നോക്കൂ, സ്വഹാബത്തിന്റെ പ്രത്യേകത. ഞാനത് പെട്ടെന്നൊന്ന് വായിച്ചു പോവാണ്. സ്വഹാബികളുടെ ഹിർസ് നോക്കൂ നിങ്ങൾ. സ്വഹാബികളും അങ്ങനെയായിരുന്നു. പ്രവാചകന്റെ ചര്യയെ കൃത്യമായി ഉൾക്കൊള്ളുകയും അത് എത്തിച്ചു കൊടുക്കാൻ അങ്ങേയറ്റം പരിശ്രമിക്കുകയും ചെയ്തിട്ടുണ്ട്. ഒന്നാമത്തത് തനാവുബുഹും ഫിൽ ജുലൂസി ഇൻദ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മജ്ലിസിൽ ഇരിക്കാൻ അവർ ഊഴം നിശ്ചയിച്ചിരുന്നു എന്ന് കാണാം. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, അദ്ദേഹം പറയുന്നുണ്ട്, ഞാനും എൻ്റെ അയൽക്കാരനായ അൻസാരിയും ഞങ്ങൾ ഊഴത്തിന് നിൽക്കുമായിരുന്നു. ഒരു ദിവസം അയാൾ, ഒരു ദിവസം ഞാൻ. അയാൾ ഉള്ള സമയത്ത് വന്നാൽ എനിക്ക് പറഞ്ഞു തരണം, ഞാനുള്ള സമയത്ത് വന്നാൽ ഞാൻ അയാൾക്ക് പറഞ്ഞു. ഇങ്ങനെ ഞങ്ങൾ ഊഴം നിശ്ചയിച്ചിരുന്നു എന്ന് കാണാം. അതുപോലെ തന്നെ സ്വഹാബികൾ ഹദീസ് കിട്ടാൻ വേണ്ടി സഞ്ചരിച്ചിരുന്നു. ഇന്നത്തെ ആളുകൾക്ക് കേരളത്തിൽ മുജാഹിദ് പ്രസ്ഥാനം ഹദീസുമായി ബന്ധപ്പെട്ട ചർച്ച നടത്തുമ്പോഴേക്ക് ഹദീസിന്റെ സിഹത്തുമായി ബന്ധപ്പെട്ട് അത് ശരിയായിരിക്കണം. കാരണം കേരളത്തിൽ മുജാഹിദ് പ്രസ്ഥാനത്തെ പോലെ നിലപാട് പറയാൻ ധൈര്യമുള്ള ഒരു പ്രസ്ഥാനമില്ല എന്ന് ഞാൻ പറയാം ഹദീസിന്റെ വിഷയത്തിൽ. എന്തുകൊണ്ടാണെന്നറിയോ? അള്ളാന്റെ റസൂലിൽ നിന്ന് സ്വഹീഹായി വന്നൊരു ഹദീസാണോ, അതിൽ യാതൊരു ചർച്ചയും വേണ്ട, അത് സ്വീകരിച്ചിരിക്കണം എന്നതാണ്. അതിൽ തർക്കത്തിനിടയില്ല എന്നാണ്. സ്വഹീഹിന്റെ നിബന്ധനയിൽ കൃത്യമായി വന്നൊരു ഹദീസാണോ, അത് സ്വീകരിക്കണം എന്നാണ് മുജാഹിദ് പ്രസ്ഥാനം പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ തർക്കമില്ലാത്തൊരു കാര്യമാണ്. അതുകൊണ്ട് സ്വഹാബികൾ അന്വേഷിച്ച് നടന്നു. നമുക്ക് കാണാം, ഇബ്നു മസ്ഊദ് പറയുന്നുണ്ട്, അദ്ദേഹം ഖുർആൻ എവിടെ ഇറങ്ങി, എവിടെ എന്തിനിറങ്ങി എന്നൊക്കെ എനിക്കറിയാം. പക്ഷേ വലൗ അഅലമു അഹദൻ ഹുവ അഅലമു ബികിതാബില്ലാഹി മിന്നി തബ്ലുഗുൽ ഇബ്ലു ലറഖിബ്തു ഇലൈഹി. എന്നേക്കാൾ ഈ ഒരു ഹദീസ് ആയത്തിന്റെ വിഷയത്തിൽ ഒരു റസൂലുള്ളാഹിന്റെ വാക്കുമായി ബന്ധപ്പെട്ട വിഷയം ഒരാൾ പറയുന്നത് എന്നേക്കാൾ അറിവുള്ള ഒരാളുണ്ടെന്ന് കേട്ടാൽ എൻ്റെ വാഹനം ശരിയാക്കി അങ്ങോട്ട് ഞാൻ പോവും. അബൂ അയ്യൂബ് നിസാർ റളിയല്ലാഹു അൻഹു ഒക്കെ ഒരു മാസത്തെ ദൂരം പോയത് കാണാം. നമുക്ക് വീണ്ടും ജാബിർ റളിയല്ലാഹു അൻഹു ഒരു മാസം ദൂരം ഒരു വിഷയം. ബലഗനി ഹദീസുൻ അൻ റജുലിൻ സമിഅഹു മിൻ റസൂലില്ലാ ഫശ്തറൈതു ബഈറൻ ثم شددت عليه رحلي فسرت إليه شهرا حتى قدمت عليه الشام فإذا عبد الله بن أنيس رضي الله عنه നിന്ന് ഒരു ഹദീസ് മനസ്സിലാക്കാൻ ഷാമിലേക്ക് വാഹനമെടുത്ത് വാഹനം പൈസ കൊടുത്തു വാങ്ങി ഒരു മാസത്തെ ദൂരം സഞ്ചരിച്ചു പോയി ജാബിർ ബിൻ അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹു. നിങ്ങൾ നോക്കൂ, ഇവരൊക്കെ ഹദീസുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യത്തിലാണ്. ഞാൻ അതിലേക്ക് പെട്ടെന്ന് വരാം. ഈ പിഴച്ച ചിന്ത, അതിനു മുമ്പ് സുന്നത്ത് എന്തുകൊണ്ട് തെളിവാകൂല എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ആശയം വന്നു. അന്ന സുന്നത്തൻ നബവിയ്യ വൽ ഹദീസൽ മർവിയ്യ ലാ യുഹ്തജു ബിഹാ വ അന്നൽ ഹുജ്ജത ഫിൽ ഖുർആനി ഖാസ്സ. ഖുർആനിൽ മാത്രമാണ് തെളിവ്, ഹദീസുകളിൽ തെളിവില്ല എന്ന ആശയം കൊണ്ടുവന്ന ആളുകൾക്ക് മറുപടി പറഞ്ഞു ഇമാം ശഫീഈ റഹിമഹുല്ലാ, അതുപോലെ ഇമാം ബൈഹഖി റഹിമഹുല്ലാ. എന്നാൽ ഇന്ത്യയിൽ ഈ വിഷയം കൊണ്ടുവന്നതാരാണ്? ഇന്ത്യയിൽ ഈ പഴച്ച കക്ഷി, ഈ പഴച്ച വിഷയം ആധുനിക കാലത്തെ ഹദീസ് നിഷേധന തുടക്കം ക്രിസ്താബ്ദം 20-ാം നൂറ്റാണ്ടിലാണ്.
അതായത് 1900-ന് ശേഷം പുതിയ ആശയങ്ങളുമായി പുതിയ വ്യക്തികൾ ഇന്ത്യൻ മേഖലയിൽ എങ്ങ് പ്രവേശിച്ചിട്ടുണ്ട്. മിർസ ഗുലാം അഹമ്മദ് ഖാദിയാനി, ഗുലാം നബി, അബ്ദുള്ള, ജുബ്ദാവലി, അതുപോലെ തന്നെ മുഹമ്മദ് അഹമ്മദ് റിള ബറേൽവി. ഇവരുടെ ഒക്കെ പ്രത്യേകം എന്താണെന്ന് വെച്ചാൽ ഇവർക്ക് പറ്റുന്നത് ചില കാര്യങ്ങളിൽ അഴകുഴമ്പം നിയമെടുക്കുകയും ബാക്കിയെല്ലാം സമ്പൂർണ്ണമായി നിഷേധിക്കുകയും ചെയ്ത് കാണാം. കാരണം അതിനു മുമ്പ് ലോകാടിസ്ഥാനത്തിൽ ഷിയകൾ ആണ് ഇതിന് തുടക്കം കുറിച്ചതെന്ന് കാണാം. ഷിയാക്കൾ നേരത്തെ ഇവിടുന്ന് അബ്ദുറഹ്മാൻ ആദർശേരി അദ്ദേഹം, അതുപോലെ തന്നെ അതിന് മുമ്പ് തുടങ്ങിയ അനസ് നദ്വി പോലുള്ള ആളുകളൊക്കെ അത് വിശദീകരിച്ചിട്ടുണ്ട് ഷിയ. അതുകൊണ്ടാണ് ഞാൻ ആ ഭാഗം വിട്ടുകളഞ്ഞത്. യഥാർത്ഥത്തിൽ ഷിയകളാണ് ഈ വിഷയത്തിന് തുടക്കം കുറിക്കുന്നത്. അതായത് അവർക്കിഷ്ടപ്പെടാത്ത സ്വഹാബികളെ മുഴുവനും നിരാകരിച്ച് അവർക്കിഷ്ടപ്പെട്ടത് മാത്രം റിപ്പോർട്ട് ചെയ്യുന്ന അവസ്ഥയിലേക്ക് സെയിം അതേ എഫക്റ്റ് തന്നെ ലോകത്തിന് വിവിധ ഭാഗങ്ങളുണ്ടായി. ഞാൻ പെട്ടെന്ന് പറഞ്ഞ് അവസാനിപ്പിക്കാൻ. ഹദീസ് നിഷേധം കേരളത്തിൽ എങ്ങനെ ഉണ്ടായി? ഹദീസ് നിഷേധം കേരളത്തിൽ എങ്ങനെ വന്നു? വിശുദ്ധ ഖുർആനിൽ നിന്നും നബിചര്യയിൽ നിന്നും അകന്ന നാട്ടാചാരങ്ങളുടെയും പാരമ്പര്യങ്ങളുടെയും പിടിയിലമർന്ന കേരളത്തിലെ മുസ്ലിങ്ങൾക്ക് ഖുർആനിലേക്കും ഹദീസിലേക്കും തിരിച്ചു പോകാനുള്ള അവബോധം നൽകിയത് സയ്യിദ് സനാഉള്ള മക്തി തങ്ങളും വക്കം അബ്ദുൽ ഖാദർ മൗലവിയും തുടങ്ങി വെച്ച പരിഷ്കരണ പ്രവർത്തനമാണ്. സനാഉള്ള മക്തി തങ്ങളും വക്കം അബ്ദുൽ ഖാദർ മൗലവിയും തുടങ്ങുന്ന മഹാമനീഷികൾ അവരാണ് പ്രവാചക ചര്യയിലേക്ക് തിരിച്ചുവിടാൻ കാലക്കീലകളിൽ നിന്നും ഇസ്ലാമിൻ്റെ കൃത്യമായ ആശയങ്ങളിൽ നിന്ന് മാറിപ്പോയ സമൂഹത്തെ തിരിച്ചു കൊണ്ടുവന്നത്. എന്നാൽ ഹദീസുകളുടെ പ്രാമാണികത പോലും നിരാകരിക്കുന്ന ചിന്തകൾ ഒറ്റപ്പെട്ട നിലയിൽ കേരളത്തിൽ വന്നു. ഹദീസ് നിഷേധത്തിലേക്ക് ആ നിലപാടെത്തി. മാത്രമല്ല ഈ വിഷയത്തിന് കേരളത്തിൽ വിത്തുപാകിയ ആളാരാന്നറിയോ? കണ്ണൂർ പഴയങ്ങാടി സ്വദേശി ബി കുഞ്ഞു മുഹമ്മദ് ഹാജിയാണ്. പഴയങ്ങാടിയിൽ ഒരു പള്ളിയുണ്ട്, അഹ്ലുൽ ഖുർആന്റെ പള്ളി എന്നാ പറയാ. ഖുർആൻ മാത്രം സ്വീകരിക്കുന്ന ആളുകളുടെ പള്ളി എന്നാണ്. കേരളത്തിൽ അതിന് തുടക്കം കുറിച്ചത് ഇദ്ദേഹമാണ്. ശേഷം പിന്നാരായിരുന്നു? ശേഷം നമുക്ക് കാണാം ഈ ഹദീസുകളെ സ്വീകരിക്കേണ്ട ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് കടന്നു വന്നത് ചേകന്നൂർ മൗലവിയാണ്. കേരളത്തിൽ ശക്തമായി ആ പ്രവർത്തനത്തിന് തുടക്കം കുറിച്ച ആള് ചേകന്നൂർ മൗലവിയാണ്. അദ്ദേഹം കടന്നു വന്നു. അദ്ദേഹം കൊണ്ടുവന്നത് എന്തായിരുന്നു? കൃത്യമായിട്ട് നമുക്കറിയാം. 20-ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിലും അതിനു മുമ്പും ഓറിയന്റലിസ്റ്റുകൾ ഉണ്ടാക്കിയെടുത്ത ആശയങ്ങളെ അങ്ങനെ തന്നെ സ്വീകരിച്ചുകൊണ്ടാണ് ചേകന്നൂർ മൗലവി കേരളത്തിൽ ഹദീസ് നിഷേധത്തിന്റെ തുടക്കം കുറിച്ചത്. അദ്ദേഹം കടന്നു വന്ന് 3 വഖ്ത് മാത്രം നിസ്കരിച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞുകൊണ്ടു 970-കളിൽ ചേകന്നൂർ മൗലവി മോഡേൺ ഏജ് സൊസൈറ്റി എന്ന പേരിൽ ഒരു സംഘം ഉണ്ടാക്കി. മോഡേൺ ഏജ് സൊസൈറ്റി എന്നാണ് അതിൻ്റെ പേര്. പക്ഷെ ജനങ്ങൾക്ക് മനസ്സിലായി ഇത് പ്രവാചകന്റെ ഹദീസുകൾ തള്ളിക്കളയാനുള്ള തന്ത്രമാണ്. അപ്പോൾ അയാൾ അതിന് പേര് മാറ്റി ഖുർആൻ സുന്നത്ത് സൊസൈറ്റി എന്ന പേരിലേക്ക് ഹദീസ് നിഷേധത്തിന്റെ പുതിയ രൂപവും ഭാവവുമായി കടന്നു വന്നു. അത്തരം ഹദീസുകളെ തള്ളുന്ന സ്വഭാവത്തിലേക്ക് വന്നപ്പോ അദ്ദേഹത്തെ വെല്ലുവിളിച്ചുകൊണ്ട് ഇസ്ലാഹി പ്രവർത്തനത്തിന്റെ പ്രവർത്തകരായ പണ്ഡിതന്മാർ അതിന് നേരിട്ടിട്ടുണ്ട്. ആരായിരുന്നു നേതൃത്വം? മൗലവി അലവി മൗലവി, അതുപോലെ കെ.സി. അബൂബക്കർ മൗലവി, എ.പി. അബ്ദുൽ ഖാദർ മൗലവി, ഈ തുടങ്ങുന്ന ആളുകൾ കേരളത്തിലുടനീളം ഇയാളുടെ ഷർറുണ്ടാകുന്ന പ്രദേശത്തെല്ലാം ഇസ്ലാമിന്റെ കൃത്യമായ രൂപത്തെ, ഇസ്ലാഹിന്റെ നേർരേഖയെ, ഹദീസിന്റെ കൃത്യമായ രൂപത്തെ പറഞ്ഞു ബോധ്യപ്പെടുത്തി ശക്തമായി പ്രഭാഷണങ്ങൾ നടത്തി, സംവാദങ്ങളിലേക്ക് ക്ഷണിച്ചു, ഖണ്ഡനങ്ങൾ നടത്തി. അങ്ങനെയാണ് കേരളത്തിൽ ഹദീസ് നിഷേധത്തിന്റെ ആ ശക്തമായ തള്ളിച്ചയില്ലാതെ തകരാൻ കാരണം. അതുപോലെ രചനകളിലൂടെ അതിനെ പ്രതിരോധിച്ച മഹൽ വ്യക്തിത്വമായിരുന്നു അബ്ദുസ്സലാം സുല്ലമി എടവണ്ണ. അദ്ദേഹവും അദ്ദേഹത്തിന്റെ തൂലികയിലൂടെ ശക്തമായി ചേകന്നൂർ ആശയത്തെ അദ്ദേഹം തകർത്തെറിയുന്നത് നമുക്ക് കാണാൻ കഴിയും. അങ്ങനെ കേരളത്തിൽ അതൊരു മൂലയിലേക്ക് നീങ്ങുകയാണ്. അവിടെ നിന്നാണ് പിന്നീട് നമ്മൾ കാണുന്നു ഹദീസ് നിഷേധത്തിന്റെ വേറെ ചില രൂപങ്ങളിലേക്ക്. അവിടെ ബുദ്ധിയും പ്രമാണവുമായി മാറ്റുരക്കപ്പെടുന്ന കാലഘട്ടത്തിലേക്ക്, വിഷയത്തിലേക്ക് കടന്നു വരികയും ബുദ്ധിക്ക് യോജിക്കാത്തതെല്ലാം തള്ളണം, ഖുർആനോട് യോജിക്കാത്തതൊക്കെ തള്ളണം എന്നാശയം വരുന്നു. ഖുർആനോട് യോജിക്കാത്ത തള്ളണം, അതായത് ഹദീസ് കൊണ്ടുവന്ന് ഖുർആനുമായി ചേർത്ത് വെക്കണം. ഖുർആനോട് യോജിക്കുന്ന ഹദീസാണോ സ്വീകരിക്കണം, ഇല്ലെങ്കിൽ തള്ളണം. ഇങ്ങനത്തെ ഒരു ആശയം തന്നെ ഇല്ല കേട്ടോ. ആ ആശയം തന്നെ കാലങ്ങൾക്ക് മുമ്പ് കൊണ്ടുവന്നതിന് ഇമാം ഷാഫിഈ റഹിമഹുല്ല കൃത്യമായി മറുപടി കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഒരു ആശയം തന്നെ ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട്. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് തന്നെ ഈ കുപ്പിയിലുള്ള വീഞ്ഞ്
അത് പഴയ കുപ്പിയിലായാലും പുതിയ കുപ്പിയിലായാലും ഇസ്ലാഹി പ്രസ്ഥാനം ജീവിച്ചിരിക്കുന്ന കാലത്തോളം പ്രവാചകന്റെ സുന്നത്തിനെ തകർത്തെറിയാൻ ഒരാളെയും അനുവദിക്കില്ല. കൃത്യമായും സ്വഹീഹായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടതാണോ അത് നെഞ്ചോട് ചേർത്തു പിടിക്കുമെന്നതാണ് ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ പ്രത്യേകത. ഞാൻ അവസാനിപ്പിക്കുമ്പോൾ 2 ഗ്രന്ഥങ്ങൾ ഈ വിഷയകമായി പണ്ഡിതന്മാർക്ക് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ പറയാം. ഒന്ന് മിഫ്താഹുൽ ജന്ന ഫിൽ ഇഹ്തിജാജി ബിസുന്ന എന്ന സുയൂത്തിയുടെ കിതാബുണ്ട്. വളരെ കൃത്യമായി ഈ വിഷയം ചർച്ച ചെയ്യുന്നൊരു കിതാബാണ്. ഞാൻ എൻ്റെ ചർച്ചയ്ക്ക് കൂടുതൽ ഉപയോഗിച്ചിട്ടുള്ളത് അതിലെ ഉദ്ധരണികളാണ്. ഇനി രണ്ടാമത്തേതാണ് അസ്സുന്നത്തു വ മകാനതുഹാ ഫി തശ്രീഇൽ ഇസ്ലാമി, ഡോക്ടർ മുസ്തഫ അസ്സബാഇ. ഇതിൻ്റെ ഒരു പ്രത്യേകത ഉണ്ട്. അൽഹംദുലില്ലാ, ഒരു സന്തോഷം തരങ്ങൾ. അള്ളാഹിൻ്റെ ഖുർആനിനെ ഗൗരവതരമായി കേരളത്തിന് അതിന് കൃത്യമായ ഒരു വിശദീകരണം നൽകിയത് അമാനി മൗലവി അടങ്ങുന്ന ഇസ്ലാഹി പണ്ഡിതന്മാരായിരുന്നു. ഖുർആനിനോടൊപ്പം തന്നെ വളരെ ശക്തമായി ആധുനിക പിഴച്ച വാദങ്ങൾക്കെല്ലാം, ഹദീസ് നിഷേധത്തിന്റെ പ്രവണതകൾക്കെല്ലാം ശക്തിയുക്തം ഓറിയന്റലിസ്റ്റുകൾക്കടക്കം മോഡേണിസ്റ്റുകൾക്കടക്കം ഷീഇകളും അങ്ങനെ തുടങ്ങി പിൽക്കാലത്ത് ഇസ്ലാമിന്റെ പേരിൽ വന്നവർക്കടക്കം മറുപടി കൊടുക്കുന്ന ബൃഹത്തായ ഗ്രന്ഥം അസ്സുന്നത്തു വ മകാനതുഹാ ഫി തശ്രീഇൽ ഇസ്ലാം എന്ന ഈ ഗ്രന്ഥം അമാനി മൗലവി റഹിമഹുല്ല മരിക്കുന്നതിന് മുമ്പ് അദ്ദേഹം അത് പരിഭാഷപ്പെടുത്തി അത് KNM പ്രസിദ്ധീകരിച്ചു. കേരളത്തിൽ മിക്കവാറും പള്ളികളിൽ ഈ പുസ്തകം കാണാം നിങ്ങൾക്ക്. പ്രവാചക ചര്യയും ഇസ്ലാമിക നിയമസംഹിതയിൽ അതിൻ്റെ സ്ഥാനവും പറയുന്നൊരു പുസ്തകം നിങ്ങളുടെ വീട്ടിലുണ്ടാകും, പരിശോധിച്ചോളിൻ. അല്ലെങ്കിൽ നമ്മുടെ ലൈബ്രറിയിലുണ്ട്, നിർബന്ധമായും വായിക്കണം. അമാനി മൗലവി അദ്ദേഹം ഇവിടെ അതിനെ പരിഭാഷപ്പെടുത്തിയിട്ടുണ്ട്. ഖുർആനും സുന്നത്തും സാധാരണക്കാർക്ക് കൃത്യമായി ഉൾക്കൊള്ളാനും ഏത് തെറ്റിദ്ധരിപ്പിക്കലുകളെയും തകർത്തെറിയാൻ പറ്റുന്ന 2 ബൃഹത്തായ രചനകൾ കേരളത്തിന് സമ്മാനിച്ച വ്യക്തി കൂടിയാണ് മുഹമ്മദ് അമാനി മൗലവി റഹിമഹുല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാവട്ടെ. ഈ സന്ദർഭത്തിൽ വളരെ ഹ്രസ്വമായി പെട്ടെന്ന് ഈ വിഷയത്തിൻ്റെ ചില കാമ്പുകൾ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയതാണ്. അല്ലാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. റബ്ബന ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.